நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம ശിവായ வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ പുതിയ ഒരധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അന്നൈ 10 എന്നാണ് ഈ പാട്ടിന് കൊടുത്തിരിക്കുന്ന പേര്. അന്നൈ എന്നുള്ളത് അമ്മ എന്ന അർത്ഥത്തിലാണ്. അമ്മയെ സംബോധന ചെയ്തുകൊണ്ട് പാടുന്ന 10 പാട്ടുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇവിടെ പാടുന്നത് മാണിക്യവാചകർ എന്ന ആ ശിവസാധകനാണ്. ദേവിയോടാണ് ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് പാടുന്നത്. അപ്പോൾ ഒരു ജീവാത്മ പരമാത്മ ബന്ധത്തിൻ്റെ നൂലിഴകൾ വിശദീകരിക്കുകയാണ് ഇവിടെ മാണിക്യവാചകർ ചെയ്യുന്നത്. അതായത് ഒരു ജീവാത്മാവ് ശിവഭഗവാനിൽ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരാൻ വേണ്ടി ശക്തി സ്വരൂപിണിയായ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അതായത് ദേവിയുടെ അനുഗ്രഹമില്ലാതെ, അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും ശിവനിലേക്ക് പരബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ ശക്തിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ. ശക്തി അനുഗ്രഹിച്ചാൽ മാത്രമേ ഭഗവത് പാദങ്ങളിൽ ഒരു സാധകന് ലയിച്ചു ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ അനുഗ്രഹ വിശേഷം ലഭിക്കേണ്ടത് ശരിക്കും ശക്തി ദേവിയിൽ നിന്നാണ്. ശക്തിയുടെ അല്ലെങ്കിൽ പാർവതിയുടെ അല്ലെങ്കിൽ പരാശക്തിയുടെ അനുഗ്രഹമില്ലാതെ ഒരാൾക്ക് ഒരിക്കലും പരബ്രഹ്മ സ്വരൂപത്തിൽ ലയിച്ചു ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യമായി ഈ അമ്മയെ പ്രകീർത്തിച്ച് അമ്മയോട് പ്രാർത്ഥിക്കണം. അല്ലയോ അമ്മേ, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, അമ്മ എന്നെ ശിവങ്കൽ ചേർക്കാൻ അനുഗ്രഹിക്കണേ എന്ന് ദേവിയുടെ അല്ലെങ്കിൽ ശക്തി സ്വരൂപിണിയായ പാർവതിയുടെ അനുഗ്രഹം ആദ്യം നേടണം. അങ്ങനെ അമ്മയിലൂടെ മാത്രമേ ഒരു സാധകന് പിതാവിൽ ലയിച്ചു ചേരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അമ്മയെ വിളിച്ച് കേഴുന്ന, അമ്മയെ വിളിച്ച് ശിവൻ്റെ കീർത്തനങ്ങൾ പാടുന്ന ഒരു ഭാഗമാണ് നാം ഈ അന്നൈ 10, അതായത് അമ്മ 10, അമ്മയെ സംബോധന ചെയ്തുകൊണ്ട് പാടുന്ന പാട്ടുകളാണിത്. ഇത് ഒരർത്ഥത്തിൽ ആത്മപുരാണം എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. ആത്മപുരാണം എന്ന് വെച്ചാൽ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരാൻ വേണ്ടി, പരമാത്മാവിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി ആ പരമാത്മാവിനെ സ്തുതിച്ച് പാടുന്ന 10 ഗീതങ്ങളാണ്. അപ്പോൾ ഈ 10 ഗീതങ്ങൾക്കുള്ള ഏറ്റവും വലിയ സവിശേഷത ശക്തി ദേവിയുടെ അനുഗ്രഹത്താൽ ഒരു സാധകന് ശിവ സാമ്രാജ്യത്തിലേക്ക്, ശിവലോകത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയും അങ്ങനെ ശിവസായുജ്യം നേടാൻ കഴിയുകയും ചെയ്യും. ഇത് മാണിക്യവാചകസ്വാമി തില്ലയിൽ വച്ച് സൃഷ്ടിച്ചതാണ് ഈ 10 പാട്ടുകൾ. അപ്പോൾ ഈ അമ്മപ്പാട്ട് എന്ന് പറയുന്ന ഈ അമ്മ 10 സത്യത്തിൽ തില്ലയിലെ നടരാജൻ്റെ മുമ്പിൽ നിന്ന് ശക്തി സ്വരൂപിണിയായ പാർവതീദേവിയെ സംബോധന ചെയ്തുകൊണ്ട് ശിവൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ ശ്രേഷ്ഠമാണ്. കാരണം ശക്തി സ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം കിട്ടാൻ ഈ 10 പാട്ടുകൾ പാടുന്നത് വളരെ നല്ലതാണ്. വേദത്തിൻ്റെ പൊരുളാണ് ദേവി. ഒരു ഉപനിഷത്തിൽ ദേവിയെ വിശദീകരിക്കുന്നത് അമൃത രൂപാസി എന്നാണ്. അമൃതത്വ പ്രദായനി ത്വാ മാമുദ്ധരേ സംസാരാത്. ഈ സംസാരസാഗരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി അല്ലയോ അമൃതത്വ പ്രദായിനി, അമൃതം നൽകുന്ന അല്ലയോ അമ്മേ, അമ്മ അമൃതരൂപിണിയായ അമ്മേ, അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. നമുക്ക് ആ കവിതയിലേക്ക് കിടക്കാം.
വേദപ്പൊരുൾ വെണ്ണീറണിഞ്ഞിടുന്ന ചെമ്മേനി നാദപ്പറ ഏന്തുന്നോനമ്മേ എന്നാൾ. നാദപ്പറ ഏന്തുന്നോൻ നാൻമുഖനും ശ്രീധരനും നാഥനിവ എൻ നാഥൻ അമ്മേ എന്നാൾ. എൻ്റെ നാഥനായ ശിവനെക്കുറിച്ച് ഞാൻ അമ്മയോട് പാടട്ടെ. എന്താണത്? വേദപ്പൊരുളാണ് എൻ്റെ നാഥൻ. വേദത്തിൻ്റെ പൊരുളാണ്, 4 വേദങ്ങളുടെയും പൊരുളാണ് ശിവൻ. പിന്നെ വെണ്ണീറണിഞ്ഞവനാണ്, ആ ചെമ്മേനിയിൽ വെണ്ണീർ പൂശിയിരിക്കുന്നു. പിന്നെ നാദപ്പറ ഏന്തുന്നോനാണ്, നാദമാകുന്ന പറ, ശിവൻ്റെ പെരുമ്പറ, നാദം എന്ന പേരാണ്. ആ പെരുമ്പറയ്ക്ക് നാദം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ നാദപ്പെരുമ്പറ കയ്യിലണിഞ്ഞവനെ. ഇവിടെ നാദസ്വരൂപിയായ ശിവൻ എന്നർത്ഥം കൂടിയിട്ട്. അപ്പോൾ നാദത്തിലൂടെ ശിവനെ പ്രസാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ നാദബിന്ദു രൂപങ്ങളുടെ സമന്വയമാണ് ശിവഭഗവാൻ. അങ്ങനെ നാദബിന്ദുക്കൾ സമന്വയിക്കുന്ന ശക്തി ശിവമേളനം നടത്തുന്ന അല്ലയോ ഭഗവാനെ, ആ ഭഗവാന്റെ കീർത്തനങ്ങൾ ഞാൻ അമ്മയോട് പാടട്ടെ. പിന്നെ നാദപ്പറ ഏന്തുന്നോൻ നാൻമുഖനും ശ്രീധരനും നാഥനിവ. വിഷ്ണുവിന് നാഥനായിട്ടുള്ളവനാണ്. വിഷ്ണുവിനും അതേപോലുള്ള മറ്റ് ദേവന്മാർക്കും നാഥനായുള്ള മഹാനാണ് എൻ്റെ നാഥനായ ശിവൻ. അതുകൊണ്ടല്ലയോ അമ്മേ, ശിവൻ്റെ കീർത്തനങ്ങൾ ഞാൻ അമ്മയോട് പാടുന്നു. അപ്പോൾ ശക്തി സ്വരൂപിണിയായ ദേവിയോട് ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും മാണിക്യവാചകർ പാടുകയാണ്. അഞ്ജന നേത്രനാം കാരുണ്യസാഗരൻ നെഞ്ചുരുക്കിയിടുന്നോരമ്മേ എന്നാൾ. നെഞ്ചുരുക്കിയിട്ട് അളവില്ലാത്ത ആനന്ദം കണ്ണീരേകിടുന്നോനമ്മേ എന്നാൾ. അഞ്ജനനേത്രനായ ശിവഭഗവാന്റെ, കാരുണ്യസാഗരമായ ശിവഭഗവാന്റെ നെഞ്ചുരുക്കുന്ന ഗാനങ്ങൾ ഞാനിതാ പാടുന്നു. അപ്പോൾ തിരുവാചകം എന്നുള്ളത് ഭക്തി കൊണ്ട് നമ്മുടെ നെഞ്ചിനെ ഉരുക്കുന്ന ഗാനമാണ്. ഭക്തിസാന്ദ്രമായ നമ്മുടെ എല്ലാം എല്ലുകളെപ്പോലും ഉരുക്കുന്ന, ഭക്തി കൊണ്ട് ഉരുക്കുന്ന ആ ഗാനം ഞാൻ ആലപിക്കുകയാണ്. നെഞ്ചുരുക്കിയിട്ട് അളവില്ലാത്തൊരാനന്ദം, നെഞ്ചുരുക്കി ശിവഭക്തി കൊണ്ട് നെഞ്ചുരുകി അളവില്ലാത്ത ആനന്ദം കണ്ണീരായി പ്രവഹിക്കുന്നു. ആനന്ദ കണ്ണീരായി പ്രവഹിക്കുന്നു. അപ്പോൾ ആനന്ദത്താൽ, ശിവാനന്ദത്താൽ എൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദപ്രവാഹം ധാരമുറിയാതെ ഒഴുകുന്നു. അല്ലയോ അമ്മേ, ശിവൻ്റെ മഹത്വത്തെ ഞാൻ എങ്ങനെയാണ് കീർത്തിച്ച് പാടുക? നിത്യമണാളനാം സുന്ദരരൂപനാം ചിത്തത്തിൽ അരുമയായിട്ടുള്ളവനമ്മേ. എൻ്റെ ചിത്തത്തിൽ അരുമയായിട്ടുള്ള എൻ്റെ ചിത്തത്തെ ശുദ്ധീകരിക്കുന്ന അല്ലയോ ഭഗവാനെ, ചിത്തത്തിൽ അമരുന്നോൻ, എൻ്റെ ചിത്തത്തിൽ എപ്പോഴും സദാസമയവും പുഞ്ചിരി തൂവിക്കൊണ്ട് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് ആനന്ദമേകുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയെക്കുറിച്ച് ഞാൻ എൻ്റെ അമ്മയോട് വീണ്ടും വീണ്ടും പാടട്ടെ. ആടുപാമ്പണിയായി പുലിത്തോലുടുത്തവൻ പൊടിയാന്നിടും മേനി വേഷമിതമ്മേ എന്നാൾ. വേഷവിധമെന്ന് കണ്ടിട്ടും എൻ്റെ ഉള്ളം വാട്ടമാർന്നിടുന്നതെന്ത് അറിയാത്തമ്മേ എന്നാൾ. ആടുപാമ്പണിയായി, പാമ്പിനെ ആഭരണമായി അണിഞ്ഞിട്ടുള്ളവൻ, പുലിത്തോലുടുത്തിട്ടുള്ളവൻ, പൊടിയാന്നിടും മേനി, ശരീരം മുഴുവനും ഭസ്മം പൂശിയവൻ. വേഷം ഇതാണ് എൻ്റെ ഭഗവാന്റെ, ശിവൻ്റെ വേഷം ഇതൊക്കെയാണ്. എന്നാലും ഈ വേഷവിധാനങ്ങളെല്ലാമുള്ള ശിവനെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഉള്ളം നിറഞ്ഞ സ്നേഹം കൊണ്ട് നിറഞ്ഞ് കവിയുന്നു. പാണി നീണ്ടുള്ളോനാം ജട തിങ്ങിയിടുന്നോനാം പാണ്ടിനാട് ആളുന്നോനമ്മേ എന്നാൾ. പാണ്ടിനാട് ആളുന്നോൻ പരന്നിടും ചിന്തയും മാളുന്നോൺ എൻ്റെ അമ്മേ എന്നാൾ.
പാണ്ടിനാട് ഭരിക്കുന്ന, പാണ്ടിനാടിന് മുഴുവനും ഐശ്വര്യം പകരുന്ന ജഡ നിറഞ്ഞ അല്ലയോ ഭഗവാനെ, അങ്ങ് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞാൻ അമ്മയോട് ഭഗവാന്റെ തിരുവചനങ്ങൾ, തിരുനീറണിഞ്ഞ ശരീരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അങ്ങയുടെ അഗൈതവമായ ഭക്തിവിശേഷത്തെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പാടുന്നു. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഗാനമാണിത്. പിന്നെ അടുത്ത് നോക്കൂ. ചെന്നെത്താനാകാത്തവൻ ഉത്തരകോശമങ്ക തന്നിലും എൻ നെഞ്ചിലുമുള്ളവൻ അമ്മേ എന്നാൽ നെഞ്ചകത്തിരിപ്പവൻ ധാതാവും ശ്രീധരനും ചെന്നിടും കാണാത്തതും അത്ഭുതം അമ്മേ. അല്ലയോ അമ്മേ, ശിവനെ ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചെന്നെത്താനാകാത്തവനാണ്. സാധാരണ ദേവന്മാർക്ക് പോലും ചെന്നെത്താൻ കഴിയുന്ന ഉത്തരകോശമങ്കയിൽ വസിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞാനിതാ പാടി പുകഴ്ത്തുന്നു. നെഞ്ചകത്തിരിപ്പവൻ, എൻ്റെ നെഞ്ചിൻ്റെ അകത്ത് ഇരിക്കുന്നവനാണ് ശിവൻ. ധാതാവും ശ്രീധരൻ ചെന്നിട്ടും കാണാത്തതായ ആ ഭഗവാനെ ഞാനിതാ കാണുന്നു. അപ്പോൾ എൻ്റെ നെഞ്ചകത്ത് വിലസുന്ന അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ കാണുന്നു. കൊന്നപ്പൂ വെൺമതി കൂവളം ഉമ്മത്തം ചെന്നിയിൽ ചൂടിയോനെ എന്നാൽ ഉമ്മത്തിൽ പൂചൂടും ചെന്നി കാണുന്നോ നാം ഉന്മാദം പൂണ്ടിടും അമ്മേ എന്നാൾ. കൊന്നപ്പൂ, അതേപോലെ വെൺമതി, ചന്ദ്രക്കല, കൂവളം, ഉമ്മത്തിൻ പൂവ് ഇവയെല്ലാം ശിരസിൽ ചൂടുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയെ ഞാൻ വീണ്ടും വീണ്ടും പാടിപ്പുകഴ്ത്തിയാണ്. അമ്മേ ഇത് കേൾക്കൂ. ശിവഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പാടുകയാണ്. ഉമ്മത്തിൻ പൂ ചൂടുന്ന ചെന്നി കാണുന്നേരം ഉന്മാദം പൂണ്ടിയിടും ഞാൻ. ശിവഭഗവാന്റെ തിരുനെറ്റിയിലെ ആ ഉമ്മത്തിൻ പൂവ് കാണുമ്പോൾ തന്നെ ഞാൻ ഉന്മാദം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നു. അപ്പോൾ ശിവഭഗവാന്റെ ആ ശിരസിലെ ആ പൂക്കൾ കാണുമ്പോൾ തന്നെ മാണിക്യവാചകരുടെ ഹൃദയം ഉന്മാദം കൊണ്ട് ലഹരി പിടിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ശിവദർശനത്തിലെ ശിവൻ്റെ ശിരസിലണിഞ്ഞ ആ പൂക്കൾ കാണുമ്പോൾ തന്നെ, ആ കൊന്നപ്പൂക്കൾ കാണുമ്പോൾ തന്നെ, ആ ഉമ്മത്തിൻ പൂവ്, ആ കുവളത്തിൻ്റെ ഇല കാണുമ്പോൾ തന്നെ അല്ലയോ ഭഗവാൻ, എൻ്റെ ഹൃദയം ഉന്മാദം കൊണ്ട് ലഹരിയായി നിൽക്കുന്നു. അങ്ങനെ ഭക്തിയുടെ ഉന്മാദ ലഹരിയിൽ ഞാൻ വിഹരിക്കുന്നു. എൻ്റെ അമ്മേ, ശിവനെ കാണാൻ, ശിവനുമായിട്ട് ലയിച്ചു ചേരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദേവിയോട്, പരാശക്തിയായ ആ ആദിസ്വരൂപിണിയോട് മാണിക്യവാചകർ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, എന്നെ അനുഗ്രഹിക്കൂ. ശിവബ്രഹ്മവുമായി ലയിച്ചു ചേരാൻ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അമ്മയുടെ അനുവാദം കൂടാതെ എനിക്ക് ശിവങ്കലേക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലയോ അമ്മേ, എന്നെ അനുഗ്രഹിച്ച് ഈ ശിവ ഭഗവാന്റെ മാറിടത്തിൽ ലയിച്ചു ചേരാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ശിവൻ വാണരുളുന്നു. അങ്ങനെയുള്ള ശിവഭഗവാനും ഞാനും ഒന്നായി അലിഞ്ഞു ചേരാൻ അമ്മയുടെ അനുഗ്രഹം, പരാശക്തിയുടെ അനുഗ്രഹം എനിക്കുണ്ടാകട്ടെ. അമ്മയുടെ അനുഗ്രഹമില്ലാതെ എനിക്ക് ശിവപരബ്രഹ്മത്തിൽ ഒരിക്കലും ലയിച്ചു ചേരാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലയോ അമ്മേ, എന്നെ അനുഗ്രഹിച്ച് എന്നെ ശിവങ്കൽ ലയിപ്പിച്ച് ചേർക്കൂ. അങ്ങനെ ശിവനും ഞാനും ഒന്നായി അലിഞ്ഞ് ഒന്നായി ചേരട്ടെ. ആ ശിവ സ്നേഹത്തിൽ, ആ ശിവപ്രേമത്തിൽ, ആ ശിവലോകത്തിൽ എത്തിച്ചേരാൻ അല്ലയോ അമ്മേ, എന്നെ എപ്പോഴും അനുഗ്രഹിക്കണമേ. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ ഇവിടെ മാണിക്യവാചകർ ശിവങ്കൽ ലയിച്ചു ചേരുന്ന അവസ്ഥ, ആ ഉന്മാദ ലഹരിയിൽ, ശിവഭക്തിയുടെ ഉന്മാദ ലഹരിയിൽ എഴുതപ്പെട്ട 10 അമ്മപ്പത്തുകളാണ് ഇവിടെ നാം കാണുന്നത്. ഓം ശിവായ നമഃ.